ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 33 മുതൽ 39 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. കൈ നുസബ്ബിഹക കസീറാ, ഇതിൽ ആവർത്തിച്ച് വരുന്ന അക്ഷരമാണ് കാഫ്. കൈ കൈ എന്ന് വ്യക്തമാക്കി ആ അക്ഷരം ഉച്ചരിക്കണം. ശ്രദ്ധിക്കേണ്ടത് കാഫ് എന്ന അക്ഷരം ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അതോടൊപ്പം തന്നെ അതിന് ഷിദ്ദ, ഹംസ് തുടങ്ങിയ സിഫത്തുകൾ ഉള്ളതാണ്. അപ്പോൾ കൈ കൈ എന്ന് കായ് കായ് എന്ന് ഒരു ഹെവിയാക്കിക്കൊണ്ട് പറയുന്ന അവസ്ഥ വരരുത്. ഇസ്തിഅലാഇൻ്റെ വിപരീതമായ ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽ പെട്ടതാണ് കാഫ്. കാഫ് ഉച്ചരിക്കുമ്പോൾ അതിൽ ഹംസ് എന്ന സ്വരവിശേഷണം സിഫത്ത് ഉണ്ട്, അതോടൊപ്പം ഷിദ്ദത്തുമുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ പ്രകടമാകുന്നത് സുക്കൂൻ നൽകി ഉച്ചരിക്കുമ്പോഴാണ്. എന്നാൽ തന്നെയും ഈ ശരിയായ നല്ല രീതിയിൽ അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നാവിൻ്റെ മധ്യവും മേലെ മോണയുമാണ്, മേലെ അണ്ണാക്കുമാണ് അതിൻ്റെ മഖ്റജ്. കൈ കൈ നുസബ്ബിഹക കസീറാ, കൈ നുസബ്ബിഹക കസീറാ. നുസബ്ബിഹക, അതിൽ ഹാ ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഹൽക്കിയായ അക്ഷരം, തൊണ്ടയുടെ മധ്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഹർഫാണ്. കസീറോ എന്ന് പറയുമ്പോൾ സാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം. വഹ്റു തറഫിൽ ലിസാൻ, വഹ്റു തറഫിൽ ലിസാൻ മഅ അത്റാഫി സനായൽ ഉലിയ, ഇതാണ് സാഇൻ്റെ മഖ്റജ്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. അപ്പോൾ കസീറോ കസീറോ, റാഹിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ അലിഫിലും ആ തഫ്ഖീം നിലനിൽക്കണം. അപ്പോൾ കസീറോ എന്ന് ഉച്ചരിക്കുക. വനദ്കുറക കസീറോ, ഇതിൽ ആവർത്തിച്ച പദങ്ങൾ തന്നെയാണ്. മേലെ കഴിഞ്ഞ വചനത്തിലെ പദങ്ങൾ ഇതിൽ ആവർത്തിക്കുന്നു, അക്ഷരങ്ങളും. എന്നാൽ നദ്കുറക എന്ന് പറയുമ്പോൾ ദാല് പ്രത്യേകം ശ്രദ്ധിക്കുക. ദാലും നേരത്തെ സൂചിപ്പിച്ച സാഇൻ്റെ മഖ്റജ് തന്നെയാണ്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം. വഹ്റു തറഫിൽ ലിസാൻ അത്റാഫി സനായൽ ഉലിയ, മേലെ മുൻപല്ലിൻ്റെ അറ്റവും. അപ്പോൾ ലൂസാക്കി ദാൽ ഉച്ചരിക്കുക. വനദ്കുറക വനദ്കുറക, വാവ് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിലാകുന്ന അവസ്ഥയാണ് വാവ് ഉച്ചരിക്കുമ്പോഴുണ്ടാവുക. ഷഫത്താനിയാണ് വാവിൻ്റെ മഖ്റജ്. വനദ്കുറക വനദ്കുറക കസീറാ ഇന്നക കുൻത ബിനാ ബസീറാ. ഇന്നക, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഷദ്ദുള്ള നൂൻ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന നൽകണം. ശേഷം കാഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കുൻത, ഇതിലുള്ള സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ചെയ്യണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇഖ്ഫ ഹഖീഖി എന്നാണ് ആ ഇഖ്ഫ എന്ന് പറയുക. കുൻത, നേരത്തെ സൂചിപ്പിച്ച ഷിദ്ദ, ഹംസ് തുടങ്ങിയ സ്വരവിശേഷണങ്ങളുള്ള അക്ഷരമാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുമാണ്. കുൻത ത ത എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. കുൻത ബിനാ ബസീറാ, ബസീ, സ്വാദിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. ഇസ്തിഅല, ഇത്ബാഖ് തുടങ്ങിയ സിഫത്തുകളൊക്കെ ഉണ്ട്. എന്നാൽ കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായത് കൊണ്ട് ഉണ്ടാവുക. ബസീറാ ബസീറാ ഇന്നക കുൻത ബിനാ ബസീറാ. ഖാല ഖദ് ഖാല ഖദ്, ഇവിടെ ഖാഫ് ഇസ്തിഅലാൻ്റെ ഹർഫാണ്, തടിപ്പിച്ച് ഉച്ചരിക്കണം. ഷിദ്ദത്ത് ഉള്ള അക്ഷരമാണ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം കൊടുക്കുക. ഖാല ഖദ്, വീണ്ടും ഖാഫ് ആവർത്തിക്കുന്നു. ശേഷം ദാല് സുക്കൂൻ നൽകപ്പെട്ടതായിട്ടുണ്ട്. ഖൽഖല സുഗ്റ നൽകി അതിൻ്റെ ശബ്ദം ചലിപ്പിക്കണം.
قال قد أوتيت أوتيت قال قد أوتيت سؤلك. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാം പറഞ്ഞു ഖാല എന്ന് പറയുമ്പോൾ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്, ശേഷം ലാമുണ്ട്. ആ ലാമിന് ശേഷം വന്ന ഖാഫ് വീണ്ടും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം. ഈ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾക്കിടയിലായി ലാമ് ഉണ്ട്, ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമായിട്ട്. അപ്പോൾ ഖാല ല ല എന്ന തർക്കീഖിൻ്റെ ശബ്ദം ലാമിന് വരണം, ലാമിന് തഫ്ഖീമായി പോകരുത്. ഖാല ഖദ് ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ സുഅലക. ഇതിൽ ഹംസയെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സുഅലക എന്ന് പലരും തെറ്റായി പറയും, അങ്ങനെ പറഞ്ഞു പോകരുത്. ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. സുഅലക സുഅലക യാ മൂസ ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ യാ മൂസ. ഇവിടെ സൂചിപ്പിച്ചു ഖാഫും അതിൻ്റെ അലിഫും ശേഷം ഖാഫും, ഈ മൂന്നക്ഷരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടവയാണ്. ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ വലഖദ് വലഖദ്. ഇവിടെ വാവ് ലാമ് എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്, ശേഷം ഖാഫ് മാത്രം തഫ്ഖീമിൻ്റേത്. ദാല് ശേഷം വരുന്നു, സൂചിപ്പിച്ച നേരത്തെ വന്ന അതേ അവസ്ഥ തന്നെ. ഖൽഖല സുഗ്റ നൽകി ദാലിൻ്റെ സുക്കൂനെ ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വലഖദ് മനന്ന മനന്ന നൂൻ മുഷദ്ദദയെ മണിക്കുക. അലൈക അലൈക മറത്തൻ ഉഖ്റ അലൈക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അലൈക അലൈക എന്നൊരു ലാമിനൊരു എകാര ശബ്ദം മലയാളത്തിലെ എകാരം കൊടുത്ത് ചിലർ തെറ്റായി പറഞ്ഞു പോകും, അതും സൂക്ഷിക്കേണ്ടതാണ്. അലൈക അല്ല അലൈക. വലഖദ് മനന്ന അലൈക മറത്തൻ മറത്തൻ ഉഖ്റ മറത്തൻ. റാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. റാ മുഷദ്ദദത്താണ്, മുഫഖമത്താണ്, തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, അതിന് ഷദ്ദുമുണ്ട്. വഅഖ്ഫി തക്രീറൻ ഇദാ തുശദ്ദദ് എന്ന് പറയുകയുണ്ടായി. റാഇന് ഷദ്ദ് വരുമ്പോൾ അതിൻ്റെ തക്രീറിനെ നീ ഗോപ്യമാക്കണം. തക്രീർ എന്ന ഒരടിസ്ഥാന സിഫത്ത് റാഇനുണ്ട്, എന്നാൽ അത് ഷദ്ദ് നൽകി ഉച്ചരിക്കുമ്പോഴാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. മർ എന്നിങ്ങനെ എന്ന ആവർത്തനം വരരുത്, കുറേ റാകൾ ആവർത്തിച്ച് പറയേണ്ട. മർറതൻ ഒറ്റ റാ തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക. മർറതൻ റാഇന് മാത്രമാണ് തഫ്ഖീം, മുമ്പിലുള്ള മീമിന് തഫ്ഖീമില്ല, ശേഷമുള്ള തായിനും തഫ്ഖീമില്ല, ഒക്കെ തർക്കീഖാണ്. മർറതൻ മർറതൻ ഉഖ്റ. തൻ എന്നതിലെ തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം, ശേഷം ഹംസ ഉള്ളതുകൊണ്ട് ഉഖ്റ. ഖാഇന് തഫ്ഖീം, റാഇനും അതിൻ്റെ അലിഫിനും തഫ്ഖീം. ഉഖ്റ ഉഖ്റ. إذ أوحينا إلى أمك. ഇവിടെ ആവർത്തിച്ച് രണ്ട് തവണ മദ് മുൻഫസിൽ ജായിസ് വരുന്നുണ്ട്. ഔഹൈന, അതുപോലെ ഇല. ഇവ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടവയാണ്. إذ أوحينا إلى أمك മീം മുശദ്ദദയെ മണിക്കുക. മാ യൂഹ. എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്യേണ്ടവയാണ്. പല ഹർഫുകളും നേരത്തെ വന്നതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവരണം ആവർത്തിക്കുന്നില്ല. ദാൽ ഹ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അനി ഖുദിഫീഹി ഫിത്താബൂതി ഫഖുദിഫീഹി. അൻ ഇഖുദി എന്നത് ചേർത്ത് വായിക്കുമ്പോൾ അനി ഖുദി. നമുക്കറിയാം അതിൻ്റെ വ്യാകരണ നിയമം. ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കുവാൻ വേണ്ടി നൂനിൻ്റെ സുക്കൂൻ കസ്റാക്കി മാറ്റി. അനി ഖുദിഫീഹി. ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഉച്ചരിക്കുക, ശബ്ദം ചലിപ്പിക്കണം. അതോടൊപ്പം ഖാഫിന് തഫ്ഖീമുമുണ്ട്. അനി ഖുദിഫീഹി ഫിത്താബൂതി ഫിത്താബൂതി. നേരത്തെ സൂചിപ്പിച്ചു ഹംസ് ഷിദ്ദ തുടങ്ങിയ അക്ഷരങ്ങൾ സിഫത്തുകളുള്ള അക്ഷരമാണ് ത. ഫിത്താബൂതി
താബൂതി ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരവുമാണ്. അപ്പോൾ ഫിത്താബൂതി ഫഖുദി ഫീഹി, വീണ്ടും ആവർത്തിക്കുന്നു, ഫഖുദി ഫീഹി ഫിൽ യമ്മി, മീം മുശദ്ദദയെ മണിക്കുക, ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ, ഫൽയുൽഖിഹി എല്ലാ ലാമുകളും ഇൽഹാർ ചെയ്യേണ്ടവയാണ്, സൂക്ഷിക്കുക. ഫൽയുൽഖിഹി, ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട് ഫൽയുൽഖിഹിൽ യമ്മു, മീം മുശദ്ദദയെ മണിക്കുക, ബിസ്സാഹിലി യഖുദ്ഹു, ശ്രദ്ധിക്കുക, യഖുദ്ഹു ഇവിടെ ഖാ വരുന്നു, ഹൽഖിയ അക്ഷരം തഫ്ഖീമും ചെയ്യണം ഖാഇന്. യഖുദ്ഹു ഹംസ ഷിദ്ദത്തിൻ്റെ ഹർഫാണെന്ന് സൂചിപ്പിച്ചു. യഖുദ്ഹു പറയുന്നത് യഖുദ്ഹു, യഖുദ്ഹു ദാൽ ശ്രദ്ധിച്ചു ഉച്ചരിക്കുക. യഖുദ്ഹു അദുവ്വുൻ ലീ വഅദുവ്വുൻ ലഹ്, അദുവ്വൻ എന്ന തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള ലാമിലേക്ക് ലയിപ്പിക്കുന്നു. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ, 2 തവണ ആവർത്തിക്കുകയാണ്. അദുവ്വുൻ ലീ അതുപോലെ അദുവ്വുൻ ലഹ്, ഇവിടെ രണ്ടും ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ എന്ന നിയമമാണ്. പൂർണ്ണമായും തൻവീൻ ഇല്ലാതാവുന്നു, പിന്നെ ഷദ്ദുൽ ലാമാണ് ഉച്ചരിക്കുന്നത്. അദുവ്വുൻ ലീ വഅദുവ്വുൻ ലഹ്, ആയിന് വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. വാവ് ശ്രദ്ധിക്കുക, 2 ചുണ്ടിൽ നിന്ന് തന്നെ വരണം, ഷദ്ദുള്ള വാവാണ്. അദുവ്വുൻ ലീ വഅദുവ്വുൻ ലഹ്, വഅൽഖൈതു വഅൽഖൈതു, ഖാഫിന് തഫ്ഖീം കൊടുക്കുക, വഅൽഖൈതു അലൈക മഹബ്ബ, അലൈക മഹബ്ബതൻ മിന്നി, മഹബ്ബതൻ അവിടെ വഖഫ് ചെയ്യുമ്പോൾ മഹബ്ബ എന്ന് സുക്കൂനുള്ള ആണ് ഉണ്ടാവുക. മഹബ്ബതൻ മിന്നി, തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ ചെയ്ത് മണിക്കുക. മിന്നി നൂൻ മുശദ്ദദയെയും മണിക്കുക. വലിതുസ്നഅ അലാ ഐനി, വലിതുസ്നഅ, ഇതിൽ സ്വാദിന് മാത്രമാണ് തഫ്ഖീം, എന്നാൽ താഇന് തഫ്ഖീം വരരുത്. വലിതു എന്ന് ത്വാ പോലെ ആയിപ്പോരുത്. വലിതുസ്നഅ അലാ ഐനി, ആയിനുകൾ ആവർത്തിച്ച് വരുന്ന ഒരു വചനമാണിത്, ശ്രദ്ധിക്കുക. ആയിന് വ്യക്തമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. വലിതുസ്നാല എന്ന് അവ്യക്തമായ ആയിനായി പോവരുത്, അല്ലെങ്കിൽ ഇദ്ഗാമായി പോവരുത്, അതൊക്കെ ശ്രദ്ധിക്കുക. വലിതുസ്നാല എന്നൊന്നും വരില്ല. നമ്മുടെ റിവായത്തിൽ ഇദ്ഗാം കബീർ ഇല്ലാത്തതുകൊണ്ട് വ്യക്തമാക്കി അവ വേർതിരിച്ചുച്ചരിക്കണം. വലിതുസ്നഅ അലാ ഐനി, വലിതുസ്നഅ അലാ ഐനി. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على